ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളപ്പോൾ ഇന്നലെ നമ്മൾ തേർഡ് മൊഡ്യൂളാണ് നോക്കുന്നുണ്ടായത് അല്ലേ? അതിന്റെ ബാക്കി നമ്മൾ നോക്കാം. അപ്പോൾ നമ്മളതിൽ ഫേസ് ഡയഗ്രമാണ് മെയിനായിട്ട് വരുന്നത്. തേർഡ് മൊഡ്യൂളിൽ ഫേസ് ഡയഗ്രാം, ഇക്വിലിബ്രിയം ഡയഗ്രാം. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫേസ് ഡയഗ്രാം വരുമ്പോൾ അതിൽ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നമ്മൾ സിംഗിൾ എലമെന്റിന്റെ കേസിൽ അല്ലെ, ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒക്കെയാണ് നോക്കിയത്. അങ്ങനെയാണ് ഗ്രെയിൻ ഫോർമേഷൻ സ്ട്രക്ചറും അതിന്റെ മൈക്രോ സ്ട്രക്ചർ അനാലിസിസ് ഒക്കെ. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഫേസ് ഡയഗ്രാം വരുമ്പോൾ ഡിഫറെന്റ് ഫേസസിലെ മെറ്റീരിയൽസ് വരാം അല്ലെ. അപ്പൊ അതിനാണ് നമ്മൾ സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന അലോയ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വാട്ട് ആർ ദി ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അലോയ്സ്, വാട്ട് ആർ ദി ലിമിറ്റേഷൻ ഓഫ് പ്യുവർ മെറ്റൽസ് while used in different engineering applications, so why we are going for alloys അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ സോളിഡ് സൊല്യൂഷൻ അല്ലെ, അലോയ്സ് ഡിഫറെന്റ് ഫോംസിൽ അസിസ്റ്റ് ചെയ്യാം. ഒന്നും അതൊരു സ്റ്റാബിൾ ഫോം ആയിട്ട് ഒരു കോമ്പൗണ്ട് ആയിട്ടല്ല, മെറ്റാലിക് മെറ്റീരിയൽ കോമ്പൗണ്ട് ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യാം, ആയിട്ട് ഫിക്സഡ് കോമ്പോസിഷൻ ആയിട്ട്, അല്ലെങ്കിൽ അത് വേറെയും കോമ്പോസിഷൻ ആയിട്ട് അസിസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് കോമ്പോസിഷൻ മാറ്റിക്കൊണ്ടിരിക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റീൽ എന്ന അലോയിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റീൽ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്റ്റീൽ കിട്ടും അല്ലെ. ബേസ്ഡ് ഓൺ ദി addition of carbon to iron, we'll get a variety of steel. അപ്പോൾ ആ ഡിഫറെന്റ് സോളിഡ് സൊല്യൂഷൻസ് പോസിബിൾ ആണ്. അപ്പൊ അതിന് സ്റ്റേബിൾ ആയിട്ട് അത് വരുമ്പോൾ അതിന് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയും. ഡിഫറെന്റ് ഫേസ് മിക്സ്ചേഴ്സ് വരുമ്പോൾ ഫേസ് മിക്സ്ചറിനുള്ള വേറൊരു ടൈപ്പിൽ വരും. അങ്ങനെ 3 ടൈപ്സ് ആയിട്ട് അലോയ്സിന് അസിസ്റ്റ് ചെയ്യാം. അപ്പോൾ സോളിഡ് സൊല്യൂഷൻ നമ്മൾ നോക്കിയെന്നല്ല, അപ്പൊ അതിൽ നോക്കിയതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോളിഡ് സൊല്യൂഷൻ അല്ലെ. ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ ഇൻഡസ്ട്രീഷ്യലാണെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്സിൽ പോയിട്ടായിരിക്കും ഈ ആറ്റംസ് ഇരിക്കുക. സബ്സ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കി സൊല്യൂബിലിറ്റി ലിമിറ്റ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലെ, ഏതാണ്? ഷുഗർ സൊല്യൂഷൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു അല്ലെ. ഷുഗർ സൊല്യൂഷനിൽ മാക്സിമം ലിമിറ്റ് ഉണ്ട് ഷുഗർ ഡിസോൾവ് ആവുന്നത്. അതിനുശേഷം ഷുഗർ വിൽ ഇറ്റ് വിൽ appear separately as crystal form. രണ്ട് ഫേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അല്ലെ. സൊല്യൂബിൾ അത് ഡിസോൾവ് ആവുന്ന അത്രയും വരെ അത് സിംഗിൾ സൊല്യൂഷൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതൊരു ഡിഫറെന്റ് ക്രിസ്റ്റൽ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക അല്ലെ. അപ്പൊ സൊല്യൂബിലിറ്റി ലിമിറ്റ് ജനറൽ ആയിട്ടാണ് ഷുഗറിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ അതിന്റെ ഒരു ഓൾമോസ്റ്റ് വാട്ടറിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നതാണ് ആ ഗ്രാഫിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കിയ ഇനീഷ്യൽ പൊസിഷനിൽ 0% അല്ലെ, ബിയുടെ പോയിന്റിൽ എത്രയാണ്? 0% ആണ് ഇവിടെയുള്ള വാട്ടർ, ഷുഗർ. അപ്പൊ ആ ഷുഗറിലേക്ക് നമ്മൾ 20%, 40%, 60% അങ്ങനെ ഷുഗർ ആഡ് ചെയ്ത് പോകാം അല്ലെ. സോ അറ്റ് 60% ഷുഗർ, ദാറ്റ് ഈസ് എ സൊല്യൂബിലിറ്റി ലിമിറ്റ് at which the maximum solubility of sugar in water is reached. Beyond that, it will exist as separate sugar crystals അല്ലെ. അപ്പൊ അത് നമ്മൾ നോക്കി. അപ്പൊ സെയിം സാധനം നമ്മുടെ സോളിഡ് സൊല്യൂബിലിറ്റി ലിമിറ്റ് ഉണ്ട് അല്ലെ. സോളിഡ്സിലും ഈ സൊല്യൂബിലിറ്റി ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷന്റെ കേസിൽ എന്താണ്? ദേ ഹാവ് ആൻ അപ്പർ ജോമെട്രിക്കൽ സൊല്യൂബിലിറ്റി ലിമിറ്റ്. ഓക്കെ, അതായത് ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട് ഇൻഡസ്ട്രീഷ്യൽസിന്റെ കേസിൽ. കാരണം അവർ വോയിഡ്സിൽ ചെന്നാണ് നിൽക്കുന്നത്. മാക്സിമം വോയിഡ്സ് കംപ്ലീറ്റ് ചെയ്താൽ കഴിഞ്ഞു. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെയല്ല. കംപ്ലീറ്റ് ഓൾറെഡി ഉള്ള ബേസ് ആറ്റത്തിനെ കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പുതിയ ആറ്റത്തിന് വന്നിരിക്കാം. സോ ദർ ഇസ് നോ സച്ച് ജോമെട്രിക്കൽ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് ഓർ സൊല്യൂബിലിറ്റി ലിമിറ്റ് ഫോർ സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദർ ഇസ് എ റൂൾ വിച്ച് ഗവേൺസ് ദി സൊല്യൂബിലിറ്റി ലിമിറ്റ് ഓഫ് ദീസ് ആറ്റംസ്, പർട്ടിക്കുലർലി ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ അല്ലെ. കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ എന്താണ്? നോ ജോമെട്രിക്കൽ, അതായത് മാക്സിമം സൊല്യൂബിലിറ്റി നമുക്ക് പോസിബിൾ ആണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് 100% സൊല്യൂബിലിറ്റി പോസിബിൾ ആണ് ഓൺലി ഫോർ സർട്ടൈൻ ടൈപ്സ് ഓഫ് അലോയ്സ് അല്ലെ. സർട്ടൈൻ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്. കോപ്പർ നിക്കലിന്റെ കേസിൽ അത് പോസിബിൾ ആണ്, കോപ്പർ നിക്കൽ സോളിഡ് സൊല്യൂഷൻ കേസിൽ. ബട്ട് നോട്ട് ഫോർ സം അതർസ്. ചിലതിന്റെ കേസിൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അത് വൈ, എന്തുകൊണ്ട് അത് പോസിബിൾ അല്ല? കാരണം ജോമെട്രിക്കലി ഇറ്റ് ഈസ് പോസിബിൾ, ബിക്കോസ് ദർ ഇസ് നോ സച്ച് geometrical solubility limit for substitution solid solution. But still, in certain groups it is not possible. Okay. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ പോസിബിൾ ആണെന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷനിൽ നോക്കി ഒരു അപ്പർ ലിമിറ്റ് ഓഫ് സോളിബിലിറ്റി ഉണ്ട്. ഇവൻ ജോമെട്രിക്കൽ ലിമിറ്റ് 50% ആണെങ്കിൽ പോലും നമുക്ക് ആക്ച്വൽ പ്രാക്ടിക്കൽ കേസിൽ അത്രയും സൊല്യൂബിലിറ്റി കിട്ടുന്നില്ല ഇൻഡസ്ട്രീഷ്യലിന്റെ കേസിൽ. അപ്പൊ ഇതൊക്കെ ഗവൺ ചെയ്യുന്ന ഒരു ഇക്വേഷൻ റൂൾ ആണ് ഓം റൂത്തറി റൂൾ എന്ന് പറയുന്നത്.
ഓക്കെ, ഹോം റൂത്തറി റൂൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഫസർ ഹ്യൂം റൂത്തറി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ പുള്ളി ഉണ്ടാക്കിയ കുറച്ച് എംപെരിക്കൽ റൂൾസ് ആണ് ഈ ഹ്യൂം റൂത്തറി റൂൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ 4 റൂൾസ് പഠിക്കുന്നുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണാം 4 റൂൾസ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് the size difference between the solvent and solute atoms must be less than 15%. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കി എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ നോക്കുമ്പോൾ നമ്മൾ നോക്കിയതാണ്. അതായത് എന്താ, റേഡിയസ് ഓഫ് ദി ബോത്ത് ദ ആറ്റംസ് അല്ലെ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് അല്ലെ, ഒന്നിനെ റീപ്ലേസ് ചെയ്തിട്ട് അടുത്ത ആറ്റം വരുന്നതാണ്. സോ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഇൻഡസ്ട്രീഷ്യൽ സൊല്യൂഷൻ കേസിലോ റേഡിയസ് ഓഫ് ദി സൊല്യൂട്ട് ആറ്റംസ് ഈസ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി സോൾവെന്റ് ആറ്റം അല്ലെ. അതുകൊണ്ടാണ് അതിന് ഇൻഡസ്ട്രീഷ്യൽ വോയിഡ്സിൽ ചെന്നിരിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോ ഹ്യൂം റൂത്തറി പറയുന്ന ഫസ്റ്റ് റൂൾ എന്താണ്? സൈസ് ഡിഫറൻസ് അല്ലെ ബിറ്റ്വീൻ ദീസ് 2 ആറ്റംസ്, ദാറ്റ് ഈസ് ദ സോൾവെന്റ് ആൻഡ് ദി സൊല്യൂട്ട് ആറ്റംസ് ഷുഡ് ബി ലെസ് ദാൻ 15%. 15%-നെക്കാളും കുറവായിരിക്കണം ഇത് തമ്മിലുള്ള സൈസ് ഡിഫറൻസ്. ഓക്കെ, so the crystal structure of the 2 elements, that is the solute and solvent, should be the complete solubility is exhibited by pair of elements having an atomic size difference of less than 15%. അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ സോളിഡ് സൊല്യൂഷൻ ഓഫ് കോപ്പർ ആൻഡ് നിക്കൽ. കാരണം കോപ്പർ ആൻഡ് നിക്കൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ ആണ്. കോപ്പർ ആൻഡ് നിക്കലിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാം. കോപ്പറിന്റെ, അപ്പൊ നമുക്ക് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിൽ തന്നെ, കോപ്പറിന്റെ അറ്റോമിക് റേഡിയം എന്ന് പറയുന്നത് 0.128 നാനോമീറ്റർ ആണ്, അല്ലെങ്കിൽ 1.25 ആങ്സ്ട്രോം, അല്ലെങ്കിൽ 0.125 നാനോമീറ്റർ, 0.128 നാനോമീറ്റർ. അതുപോലെ നിക്കലിന്റെ അറ്റോമിക് റേഡിയം എന്ന് പറയുന്നത് 0.125 നാനോമീറ്റർ. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സെയിം ആണല്ലേ. അപ്പൊ അത് തമ്മിൽ അത് പരസ്പരം എത്ര പെർസെന്റേജ് ഡിഫറൻസ് ഉണ്ട്? നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 0.003 എന്ന് പറയും, 3 വരും അല്ലെ ഡിഫറൻസ്. ഏകദേശം അതിന്റെ പെർസെന്റേജ് നോക്കിയാൽ ഓൾമോസ്റ്റ് 2.4% ആണ് അതിന്റെ സൈസ് ഡിഫറൻസ് വരുന്നത്. 2.4% is less than 15%. So complete solubility is possible in the case of copper nickel solid solution. Okay, അപ്പൊ ഫസ്റ്റ് റൂൾ അതാണ്. അതായത് ഈ രണ്ട് ആറ്റംസിനും സൈസ് ഡിഫറൻസ് 15% കുറവായിരിക്കും. ഓക്കെ, സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് the crystal structure of both the metal must be the same. The crystal structure of both the metals must be the same. ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ അത് ക്യൂബിക് ക്ലോസ് പാക്ക് സ്ട്രക്ചർ ആവാം, ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ ആവാം അല്ലെ. അപ്പോ കംപ്ലീറ്റ് സൊല്യൂബിലിറ്റിക്ക് സെക്കൻഡ് റൂൾ എന്താണ്? കംപ്ലീറ്റ് സൊല്യൂബിലിറ്റിക്ക് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഇത് രണ്ടും ഈ മിക്സ് ചെയ്യപ്പെടുന്ന ഈ സോൾട്ട് സൊല്യൂഷനിലെ 2 കോമ്പോണന്റും എന്തായിരിക്കണം? സെയിം സ്ട്രക്ചർ ആയിരിക്കണം. ഓക്കെ, ഒന്ന് CCP-യും ഒന്ന് HCP ആണെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ സൊല്യൂബിലിറ്റി പോസിബിൾ അല്ല. So the crystal structure of the 2 elements, that is the solute and solvent, should be the same. Structure should be the same. അതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോപ്പർ നിക്കൽ നോക്കുകയാണ്. കോപ്പർ നിക്കലും രണ്ടിനും സെയിം CCP സ്ട്രക്ചർ ആണുള്ളത്. ക്യൂബിക് ക്ലോസ് പാക്ക് സ്ട്രക്ചർ ആണ് ഈ 2 കോപ്പറിനും നിക്കലിനും ഉള്ളത്. സോ their complete solubility is possible. പക്ഷെ വേറെ സോളിഡ് സൊല്യൂഷൻ, ഫോർ എക്സാമ്പിൾ ആൽഫ ബ്രാസ്, നമ്മൾ ഇന്നലെ നോക്കിയതാണ്. ഒരു ആൽഫ ബ്രാസ് അതൊരു സോളിഡ് സൊല്യൂഷൻ ആണ്. അത് കോപ്പറിന്റെയും സിങ്കിന്റെയും കൂടിയുള്ള ഒരു സോളിഡ് സൊല്യൂഷൻ ആണ്. ആൽഫ ബ്രാസ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, കോപ്പറും സിങ്കും ഉള്ള ഒരു അലോയ് ആണ് ബ്രാസ്. ആൽഫ ബ്രാസ് എന്നുള്ള സോളിഡ് സൊല്യൂഷൻ നോക്കിയാണ്. അവിടെ കോപ്പറിന്റെ കേസിൽ എന്താണ്? ക്യൂബിക് സ്ട്രക്ചർ ആണല്ലേ, ക്യൂബിക് ക്ലോസ് പാക്ക് സ്ട്രക്ചർ ആണ്. പക്ഷെ സിങ്കിന്റെ കേസിൽ ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചറിലെ ഒരു സിങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിട്ട് അത് ക്യൂബിക് ക്ലോസ് പാക്ക് സ്ട്രക്ചർ ആയി മാറൂല. സോ ദർ കംപ്ലീറ്റ് സൊല്യൂബിലിറ്റി ഇസ് നോട്ട് പോസിബിൾ. സെക്കൻഡ് റൂൾ നമ്മൾ നോക്കുന്നത് എന്താണ്? ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ബോത്ത് മെറ്റൽസ് മസ്റ്റ് ബി ദ സെയിം. തേർഡ് റൂൾ ആൻഡ് ഫോർത്ത് റൂൾ. തേർഡ് റൂൾ എന്താ പറയുന്നത്? ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ 2 മെറ്റൽസ് മസ്റ്റ് ബി സ്മോൾ. അതുപോലെ ഫോർത്ത് റൂൾ എന്താ പറയുന്നത്? ദ വാലൻസി ഓഫ് ദ ആറ്റംസ് മസ്റ്റ് ബി നിയർലി ദ സെയിം. അപ്പൊ അത് രണ്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് പറയാം. അതായത് ഫോർ കംപ്ലീറ്റ് സോളിഡ് സൊല്യൂബിലിറ്റി, electronegativity and valencies of the element should be close enough, അല്ലെങ്കിൽ should be small, അല്ലെങ്കിൽ should be same. Okay, because large difference in electronegativity or valency indicate a tendency towards formation of compounds. Okay, electronegativity കൂടിയാലോ അല്ലെങ്കിൽ വാലൻസി കൂടിയാലോ അത് ഉദ്ദേശിക്കുന്നതാണ് അതിന് കോമ്പൗണ്ട് ഫോർമേഷനിലെ ടെൻഡൻസി ഉണ്ടാവും. സോളിഡ് സൊല്യൂഷൻ കിട്ടില്ല. സോ എപ്പോഴും ഇലക്ട്രോനെഗറ്റിവിറ്റി വാലൻസി സ്മോൾ ആയിരിക്കണം. ഈ 4 റൂളും നമ്മൾ പഠിക്കണം.
ഈ 4 റൂൾസും മാൻഡേറ്ററി അല്ല, ഇത് എംപെരിക്കൽ റൂൾസ് ആണ്. പക്ഷെ ഈ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹ്യൂം റോത്തറി റൂൾസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സോളിഡ് സൊല്യൂഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോളിഡ് സൊല്യൂഷൻ, what are the governing rules of determining the solubility limit of the substitution solid solution, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങളോട് ഹ്യൂം റൂത്തറി റൂൾസ് എന്നിട്ട് ചോദിക്കാം. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് ഫേസസ് ആൻഡ് കോമ്പോണൻസ്. അപ്പൊ നമ്മള് ഫേസ് ഡയഗ്രാംസ് അപ്പൊ അന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ. അപ്പൊ ഫേസസ് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് ഡിഫറെന്റ് ഫേസ് നമുക്കറിയാം. എന്താണ്, നമുക്ക് മാറ്ററിന്റെ 3 ഫേസസ് അറിയാം അല്ലെ, ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാസ് അല്ലെ. അതുപോലെ ഇവിടെ കമ്പോണന്റ് ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കമ്പോണന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് കമ്പോണന്റ്? എ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്, അയൺ ഓർ കോമ്പൗണ്ട് ഓഫ് എ സിസ്റ്റം വിച്ച് മേ ബി യൂസ്ഡ് ടു സ്പെസിഫൈ ഇറ്റ്സ് composition. A system having one component is called unary system, and a system having 2 or 3 components are called binary or ternary system. Okay, അത് നമ്പർ ഓഫ് കോമ്പണന്റ് ഉദ്ദേശിക്കുന്നത് ഒരു ഡിഫറെന്റ് ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എത്രയുണ്ടോ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് കോമ്പോണൻസ് പറയുന്നത് അല്ലെ. കോപ്പർ നിക്കൽ എന്നുള്ള ഒരു സോളിഡ് സൊല്യൂഷൻ, ഒരു അലോയ് സിസ്റ്റം ആണെങ്കിൽ അതിന് 2 കോമ്പോണന്റ് ആണ് അല്ലെ, കോപ്പർ നിക്കൽ. വാട്ടറിന്റെ കേസിൽ വാട്ടറിനാണെങ്കിൽ സിംഗിൾ കോമ്പോണന്റ് ആണ്. വാട്ടറിന്റെ ഒരു ഫേസ് ഡയഗ്രം എടുക്കുന്ന സിംഗിൾ കോമ്പോണന്റ് സിസ്റ്റം. ഈവൻ നമുക്ക് 3 കോമ്പോണന്റ് ആണ് നമ്മൾ അലോയിൽ ഉണ്ടെങ്കിൽ അത് 3 കോമ്പോണന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഒരു കെമിക്കൽ കോമ്പോസിഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന കുറെ ഇൻഡിവിജ്വൽ കോമ്പോണന്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാവില്ലേ, അപ്പൊ അതിന്റെ നമ്പർ ആണ് ഈ കോമ്പോണൻസ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫേസസ് പറഞ്ഞാലോ, ഫേസസിന് നമുക്ക് ഓൾറെഡി ഒരു കൊടുക്കുന്ന ഒരു ഡെഫിനേഷൻ എന്താണ്? എ കെമിക്കലി ഹോമോജീനിയസ്, ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് ആൻഡ് മെക്കാനിക്കലി സെപ്പറബിൾ പാർട്ട് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് എ ഫേസ്. ഈ 3 പോയിന്റ് ആണ്. അതായത് കെമിക്കലി ഹോമോജീനിയസ് ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി മെക്കാനിക്കലി സെപ്പറബിൾ. ദാറ്റ് പാർട്ട് ഓഫ് സിസ്റ്റം ഈസ് കോൾഡ് എ ഫേസ്. നമുക്കറിയാം 3 ഫേസ് ഓഫ് മാറ്റർ ആർ ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാസ്. അഗൈൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞാൽ സോളിഡ് ഫേസസ് എടുക്കുമ്പോൾ നമ്മൾ ജനറലി ലിക്വിഡ് ഫേസ്, ഗ്യാസസ് ഫേസ്, സോളിഡ് ഫേസ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഫേസ് ഡയഗ്രത്തിൽ സോളിഡ് ഫേസ് എടുക്കുന്ന കേസിൽ ഈവൻ സോളിഡ് ഫേസിൽ നമുക്ക് ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ കിട്ടാം അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്ലോസ് പാക്ക് സ്ട്രക്ചർ കിട്ടാം, അല്ലെങ്കിൽ BCC സ്ട്രക്ചറും FCC സ്ട്രക്ചറും കിട്ടാം, ചിലപ്പോൾ അത് HCP സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് സ്ട്രക്ചറിനെ നമ്മൾ ഡിഫറെന്റ് ഫേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പോയിന്റ് ശ്രദ്ധിക്കണം, സോളിഡ് ഫേസസിന്റെ കേസിൽ ഡിഫറെന്റ് സ്ട്രക്ചറിനെ നമ്മൾ ഡിഫറെന്റ് ഫേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഈ ഫേസസിനൊക്കെ നമ്മൾ ഗ്രീക്ക് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ആൽഫ അയൺ, ഗാമ അയൺ, ബീറ്റ അയൺ, അതുപോലെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് ഈ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ സോളിഡ് ഫേസിൽ തന്നെ നമ്മൾ പറയുന്ന ഈ സോളിഡിൽ തന്നെ ഡിഫറെന്റ് ഫേസസ് ഉണ്ടാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അയൺ, ഓക്കെ, അയണിന്റെ അലോയ് ആണ് സ്റ്റീൽ, അല്ലെങ്കിൽ അയൺ, അല്ലെങ്കിൽ അയൺ തന്നെ റൂം ടെമ്പറേച്ചറിൽ അതിന്റെ സ്ട്രക്ചർ BCC സ്ട്രക്ചർ ആണ്, ബോഡി സെന്റേർഡ് ക്യൂബിക് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ അയൺ. സോ അതിനെ നമ്മൾ ആൽഫ അയൺ എന്നാണ് വിളിക്കുന്നത്. ആൽഫ എന്നുള്ള നൊട്ടേഷൻ, ഒരു സ്ലാഷ് അയൺ, ഒരു ബാർ അയൺ. ബട്ട് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇറ്റ് ഷോ CCP സ്ട്രക്ചർ, cubic closed pack structure, and it is called as gamma iron. അപ്പൊ അതിനെ ഗാമ അയൺ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ അയൺ ഡിഫറെന്റ് സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്. ഈവൻ സോളിഡ് ഫേസിൽ തന്നെ ഡിഫറെന്റ് ഫേസസ് നമുക്ക് കിട്ടാം. ഓക്കെ, ഇപ്പോ നമുക്ക് വേറെയും കുറച്ച് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഒരു സിസ്റ്റം, ഓക്കെ, നമ്മളിവിടെ കാണിക്കുന്നത് ഇവിടെ നമുക്ക് കോമ്പോണന്റ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് നമുക്ക് ഫേസ് ഉണ്ട്. അപ്പൊ നമുക്ക് സിസ്റ്റം ഉണ്ട്, കോമ്പോണന്റ് ഉണ്ട്, ഫേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു സിസ്റ്റം, കോമ്പോണന്റ്, ഫേസ്. നമ്മൾ ആദ്യം എടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് വാട്ടർ.
വാട്ടറിന്റെ കേസിൽ എന്താണ്? ഹലോ, കേൾക്കുന്നില്ല എല്ലാവർക്കും ക്ലിയർ ആയിട്ട്? ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, ഒന്ന് ഓഫ് ചെയ്യണേ. പ്രത്യേകിച്ച് ഒന്ന് മൈക്ക് ഒന്ന്. അപ്പൊ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള കോമ്പൗണ്ട് എന്താ നമുക്കറിയാം. വാട്ടറിൽ H2O ആണല്ലേ, H2O. കാരണം അതൊരു കോമ്പൗണ്ട് ആണ്. H2O എന്നുള്ള കോമ്പൗണ്ട് ആണ് അതിലുള്ളത്. അത് ഏത് ഫേസ് ആണ്? അത് ലിക്വിഡ് ഫേസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് വാട്ടർ. അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് വാട്ടർ പ്ലസ് ഐസ്. നമ്മള് വാട്ടർ പ്ലസ് ഐസ് എന്നുള്ളൊരു സിസ്റ്റം എടുത്തു. വാട്ടർ പ്ലസ് ഐസ്. സോ അവിടുത്തെ കോമ്പോണന്റ് എന്താണ്? H2O തന്നെയാണ് അല്ലെ, കോമ്പോണന്റ് മാറുന്നില്ല, സിംഗിൾ കോമ്പോണന്റ് തന്നെയാണ് വാട്ടർ പ്ലസ് ഐസ് എടുത്താലും. പക്ഷെ ഫേസ് നോക്കുകയാണെങ്കിലോ ലിക്വിഡ് മാത്രമേ ഉള്ളത്, ലിക്വിഡ് പ്ലസ് സോളിഡ് ഉണ്ട്. കാണുന്നില്ല, എല്ലാരും മൂലക്കൈപ്പി. കാണുന്നില്ലേ? എല്ലാ സൈഡ് ഭാഗത്താണുള്ള. ഒരു സൈഡിലേക്കാണ് ഉള്ളത്. ആ, ഫുൾ സ്ക്രീനിൽ കാണുന്നില്ല. ഫുൾ സ്ക്രീൻ കാണുന്നില്ല, സൈഡ് ഭാഗത്താണല്ലോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണുള്ളത്. ബാക്കിയുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. സാർ അത് ഒരു സൈഡിൽ ഇപ്പൊ സിസ്റ്റത്തിന്റെ അടിയിൽ മാത്രമേ കാണുന്നത്. ഓ, അങ്ങനെയുള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ സ്ലൈഡ് കാണുന്നത്, ഇപ്പൊ ഞാൻ സ്ലൈഡ് എടുത്തിട്ടുള്ളത്, ഇപ്പൊ അങ്ങനെ കാണുന്നേ? ഇപ്പൊ ഫുള്ള് കാണുന്നുണ്ടോ? അതിന്റെ അല്ല, ഇപ്പൊ ഫേസ് ആൻഡ് കോമ്പോണന്റ് ഹാഫേ കാണുന്നുള്ളൂ. അതിന്റെ ഹാഫ് ഫുള്ള് കാണുന്നുണ്ടല്ലോ. എനിക്ക് ഫുള്ള് കാണുന്നുണ്ട്. ഞാൻ രണ്ട് സിസ്റ്റം. നിങ്ങള് മൊബൈലാണെങ്കിൽ മൊബൈല് നിങ്ങള് റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചു നോക്കിയേ. ഫുള്ള് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? ഇപ്പോഴോ ഇതോ ഞാൻ എഴുതിയതോ? ഇപ്പൊ കാണുന്നുണ്ട്. എന്ന് വെച്ചാല് നമുക്ക് ബോർഡ് ഉപയോഗിക്കേണ്ട, അങ്ങനെ അധികം ബോർഡ് ഉപയോഗിക്കാനില്ല. പക്ഷെ നമുക്ക് കുറെ ഫിഗർ വരുന്നുണ്ട്. അപ്പൊ മാക്സിമം ഫിഗർ ഞാൻ സ്ലൈഡിൽ തന്നെ വെക്കുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ നിങ്ങൾക്ക് വരക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് ത്രൂ മൊബൈൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ബോർഡ് ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ബോർഡ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഞാൻ ബോർഡ് ഉപയോഗിക്കാം. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നെന്ന് തോന്നും. ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമ്മളിവിടെ നോക്കുന്ന വെച്ചാൽ ആദ്യത്തെ കേസ്, ഇപ്പൊ രണ്ട് എക്സാമ്പിളാണ് നോക്കിയത്. ആദ്യത്തെ കേസിൽ വാട്ടർ, ആദ്യത്തെ കേസിൽ അല്ലെ, ക്ലിയർ അല്ലേ? ഇപ്പൊ കാണുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. വാട്ടറിന്റെ കേസിൽ നോക്കിയേ. വാട്ടറിന്റെ കേസിൽ ഇറ്റ് ഈസ് എ സിംഗിൾ കോമ്പോണന്റ് സിംഗിൾ ഫേസ് സിസ്റ്റം അല്ലെ. വാട്ടർ പ്ലസ് ഐസ് ആകുമ്പോൾ എന്തായി? അത് സിംഗിൾ കോമ്പോണന്റ് ടു ഫേസ് സിസ്റ്റം. ഈ എക്സാമ്പിൾ നമുക്ക് അറിയുന്നതാണ്. അത് അധികം നമ്മൾ ഇതാക്കണമെന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുന്നത് ബ്രൈൻ. നമുക്ക് അറിയാം ബ്രൈൻ സൊല്യൂഷൻ. കേട്ടിട്ടുണ്ട ബ്രൈൻ? അതായത് ഒന്നുമില്ല, നമ്മളെ NaCl സൊല്യൂഷൻ ആണ് ബ്രൈൻ സൊല്യൂഷൻ. അപ്പൊ ബ്രൈൻ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ എന്തൊക്കെ ഉണ്ടാവും? NaCl ഉണ്ടാവും അല്ലെ, സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? NaCl സൊല്യൂഷൻ ആണ്. അപ്പോ എന്തുണ്ടാവും? പിന്നെ വാട്ടർ ഉണ്ടാവും അല്ലെ, NaCl പ്ലസ് H2O. ഓക്കെ, അപ്പൊ അവിടെയുള്ള ഫേസ് എന്താന്ന്? പക്ഷെ NaCl ഉം H2O ഉണ്ടെങ്കിലും ഫേസ് പറയുന്നത് ലിക്വിഡ് ഫേസ് തന്നെയാണ്. ഓക്കെ, ഫേസ് പറയുന്നത് ലിക്വിഡ് ഫേസ് തന്നെയാണ്. സോ അതെന്ത് സിസ്റ്റമായി? അത് ടു കോമ്പോണന്റ് സിംഗിൾ ഫേസ് സിസ്റ്റമായി. ഓക്കെ, ടു കോമ്പോണന്റ് സിംഗിൾ ഫേസ് സിസ്റ്റം. നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ഉള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ. MS എന്ന് മാത്രം ഞാൻ എഴുതുന്നു. മൈൽഡ് സ്റ്റീൽ നമ്മൾ ഷോർട്ടായിട്ട് MS എന്ന് പറയാം. അപ്പൊ മൈൽഡ് സ്റ്റീൽ എടുത്തു കഴിഞ്ഞു. മൈൽഡ് സ്റ്റീൽ പറഞ്ഞാൽ എന്താണ്? സ്റ്റീലാണ്. അല്ല, സ്റ്റീൽ പറയുമ്പോൾ ഏതിന്റെ അലോയാണ്? അത് അയണിന്റെ അലോയാണ്. സ്വാഭാവികമായിട്ട് അതിൽ അയൺ ഉണ്ടാവും. അയണിൽ എന്ത് ചേരുമ്പോഴാണ് സ്റ്റീൽ കിട്ടുന്നത്? അയൺ. വെൻ കാർബൺ ഈസ് ആഡഡ് ടു അയൺ വി വിൽ ഗെറ്റ് സ്റ്റീൽ. ഓക്കെ, അപ്പൊ കാർബണിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഡിഫറെന്റ് സ്റ്റീൽസ് കിട്ടും. മൈൽഡ് സ്റ്റീലിൽ കാർബൺ പ്രൊപ്പോർഷൻ കുറവാണ്. അപ്പൊ നോക്കിയേ, അയൺ Fe അല്ലെ, Fe, പിന്നെയുള്ളതോ കാർബൺ. അപ്പൊ ഇവിടെ രണ്ട് ഫേസ് ഉണ്ട്. ഒന്ന് വെച്ചാൽ അതിന്റെ ആൽഫ ഫേസ് ആണ്. ഓക്കെ, പിന്നെ വരുന്ന ഒന്ന് അതിന്റെ Fe3 ഫേസ് ആണ്, Fe3C.
ഓക്കെ, സിമെന്റൈറ്റ് Fe3C ഫേസ്. അപ്പൊ നോക്കിയാൽ ലാസ്റ്റ് നമ്മൾ മൂന്നാമത് പറഞ്ഞ ബ്രൈൻ സൊല്യൂഷൻ എന്താണ്? അതൊരു 2 കോമ്പോണന്റ് സിംഗിൾ ഫേസ് സിസ്റ്റം ആണ്. പക്ഷെ മൈൽഡ് സ്റ്റീലിന് എക്സാമ്പിൾ എന്താണത്? 2 കോമ്പോണന്റ് 2 ഫേസ് സിസ്റ്റം ആണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ തന്നെ ഡിഫറെന്റ് കോമ്പോണന്റ്സ് വരാം, ഡിഫറെന്റ് ഫേസസ് വരാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് കോമ്പോണന്റ് ഫേസ്. എന്താണ് കോമ്പോണന്റ് ഫേസ് മാത്രമാണ് നമ്മൾ നോക്കിയത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഫേസ് ഡയഗ്രാം ആണ്. അപ്പോൾ ഫേസ് ഡയഗ്രാം തന്നെയാണ്. അപ്പൊ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇക്വിലിബ്രിയം ഡയഗ്രാംസ്. ചില ടെസ്റ്റ് ചിലപ്പോൾ ഇക്വിലിബ്രിയം ഡയഗ്രാംസ് ആയിരിക്കും ഉണ്ടാല്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയഗ്രാം. ഓക്കെ, അപ്പൊ എന്താണ് ഫേസ് ഡയഗ്രാം? It is a diagram or it is a map representing the relationships between phases in equilibrium in a system as a function of any two among temperature, pressure and composition. Phase diagram is a graph. It is a diagram or it is a map which represents the relationship between the different phases in equilibrium. For example, നമ്മൾ എല്ലാവരും +1 +2 നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും വാട്ടറിന്റെ ഫേസ് ഡയഗ്രാം അല്ലെ? വാട്ടറിന്റെ ഫേസ് ഡയഗ്രാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഒരു ഗ്രാഫ്, അതിൽ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വാട്ടർ, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഒക്കെ പഠിച്ചിട്ട് ഇല്ലേ? പഠിച്ചതല്ലേ നിങ്ങൾ? അപ്പോൾ അത് ശരിക്കും എന്താണ്? വാട്ടറിന്റെ ഫേസ് ഡയഗ്രാം ആണ്. അപ്പൊ അതിൽ നിങ്ങൾ സോളിഡ്, ലിക്വിഡ്, വേപ്പർ അല്ലെ, സബ്ലിമേഷൻ റീജിയൻ, ഫ്യൂഷൻ റീജിയൻ എന്നുള്ള മറ്റേ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ആ ഫിഗർ ഇതിലുണ്ട്, സ്ലൈഡിലുണ്ട്, കാണാം. അപ്പോൾ അത് വാട്ടറിന്റെ ഫേസ് ഡയഗ്രാം ആണ്. വാട്ടർ എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ കോമ്പൗണ്ട് സിസ്റ്റം ആണ്. അവിടെ നമുക്ക് അതിന് ഡിഫറെന്റ് ഫേസസ് അതിൽ കാണാൻ വേണ്ടി പറ്റും. ലിക്വിഡ്, ഗ്യാസസ് ആൻഡ് സോളിഡ് ഫേസസ് കാണാം. ഓക്കെ, അങ്ങനെ ഒരു ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും അതിന്റെ ഈ ഫേസസ് അല്ല, ഇക്വിലിബ്രിയത്തിലെ ഫേസസ് തമ്മിലെ റിലേഷൻ ആണ് ഇതിൽ നോക്കുന്നത്, വിച്ച് ഈസ് ടേക്കൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഏതർ ടെമ്പറേച്ചർ, പ്രഷർ ഓർ കോമ്പോസിഷൻ. ഇത് മൂന്നെണ്ണത്തിന് ഏതെങ്കിലും രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഓർ ടെമ്പറേച്ചർ ആൻഡ് കോമ്പോസിഷൻ, ഓർ പ്രഷർ ആൻഡ് കോമ്പോസിഷൻ. ഓക്കെ, so these diagrams are also called as equilibrium diagrams or constitutional diagrams. Okay, നമുക്ക് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. There are 3 types of phase diagram. അതെന്താണ്? ഈ നമ്പർ ഓഫ് കോമ്പോണന്റ്സ് വെച്ചിട്ടാണ് ഈ ഫേസ് ഡയഗ്രത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് 1 കോമ്പോണന്റ് ഫേസ് ഡയഗ്രത്തിന് നമ്മൾ സാധാരണ യൂണറി ഫേസ് ഡയഗ്രാംസ് എന്ന് പറയും. ഓക്കെ, 1 കോമ്പോണന്റ് ഫേസ് ഡയഗ്രാംസ് ആർ കോൾഡ് യൂണറി ഫേസ് ഡയഗ്രാംസ്. 2 കോമ്പോണന്റ് ഫേസ്, 2 കോമ്പോണന്റ്സ് ആണ് കോപ്പർ നിക്കൽ. നമ്മൾ സാധാരണ 2 കോമ്പോണന്റ് ഫേസിനെ കുറിച്ചാണ് അലോയ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. 2 കോമ്പോണന്റ് ഫേസ് ഡയഗ്രത്തിനെ നമ്മൾ ബൈനറി ഫേസ് ഡയഗ്രാംസ് പറയും. പക്ഷേ മോസ്റ്റ് അലോയ്സ് ഒക്കെ എന്താണ്? മോസ്റ്റ് അലോയ്സ് they will have more than 2 components, and the phase structure of a 3 component system can be represented as a ternary phase diagram. അപ്പോൾ യൂണറി ഫേസ് ഡയഗ്രാം ഉണ്ട്, ബൈനറി ഫേസ് ഡയഗ്രാം ഉണ്ട്, ടെർണറി ഫേസ് ഡയഗ്രാം ഉണ്ട്. 3 types of classification ആണ് ഫേസ് ഡയഗ്രത്തിലുള്ളത്. ഓക്കെ, അത് നമ്പർ ഓഫ് കോമ്പോണന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ 3 types ക്ലാസിഫൈ ചെയ്യുന്നത്. 1 കോമ്പോണന്റ്, 2 കോമ്പോണന്റ്, 3 കോമ്പോണന്റ്. ഓക്കെ, അപ്പോൾ നോക്കി ഒരു യൂണറി ഫേസ് ഡയഗ്രത്തിന് എക്സാമ്പിൾ ആണ് ഇവിടെ കാണിക്കുന്നത്. യൂണറി ഫേസ് ഡയഗ്രാം ഓഫ് വാട്ടർ. സിംഗിൾ കോമ്പോണന്റ് സിസ്റ്റം ആണ് വാട്ടർ. H2O എന്നുള്ള സിംഗിൾ കോമ്പൗണ്ട് ആണ് ഇതിലുള്ളത്. അതിൽ കാണിക്കുന്ന പ്രഷറും ടെമ്പറേച്ചറും അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അഗെയിൻസ്റ്റ് പ്രഷർ ഉള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ? ടെമ്പറേച്ചർ H ആക്സിസിലും Y ആക്സിസിലും പ്രഷറും കാണിക്കുന്നത്. നമുക്കറിയാം അല്ലെ എന്താണ്? ഒരു അല്ലെ 3 ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെ, ഓൾമോസ്റ്റ് ഈ ഒരു പൊസിഷനിൽ ക്രിട്ടിക്കൽ പോയിന്റ് വരും. ഇതാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ഇവിടെ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. അപ്പൊ നോക്കി ആ ഒരു ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഐസ് ആണ് അല്ലെ? ലെസ് ദാൻ 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ആണ്. ഈവൻ ലെസ് ദാൻ 0 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് നോക്കിയാൽ സ്റ്റീം ആൻഡ് വേപ്പർ ഉണ്ടല്ലേ? അബോവ് 100 ഡിഗ്രി സെൽഷ്യസിലുണ്ട്. ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത് 0 to ഓൾമോസ്റ്റ് 100 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇത് ജസ്റ്റ് ഒരു യൂണറി ഫേസ് ഡയഗ്രത്തിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ബൈനറി ഫേസ് ഡയഗ്രാംസ് ആണ്. ഓക്കെ, അപ്പോൾ ബൈനറി ഫേസ് ഡയഗ്രാംസ്, the 2 components in a binary system could be pure elements or compounds. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ അയൺ കാർബൺ ഡയഗ്രാം, കോപ്പർ നിക്കൽ അലോയ് സിസ്റ്റം, ഇതൊക്കെ ബൈനറി ഫേസ് ഡയഗ്രത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ബൈനറി ഫേസ് ഡയഗ്രാം എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ സ്ലൈഡിലുള്ളത്. നിങ്ങളത് വായിച്ചു നോക്കുക, ഈ വീഡിയോസ് കാണുക. ഞാൻ ഡയറക്റ്റ് അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. അപ്പൊ ഇതിൽ നോക്കിയാൽ ഫോർ എ ബൈനറി സിസ്റ്റം ഒരു H ആക്സിസും ഒരു Y ആക്സിസും ഉണ്ടാവും. അതിലാണ് നമ്മൾ ഈ ഇതർ ടെമ്പറേച്ചർ, പ്രഷർ, കോമ്പോസിഷൻ ഈ 3 വേരിയബിൾസും വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് ഡയഗ്രാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്.
ഒരു 2 കോമ്പോണന്റ് സിസ്റ്റം അല്ല ബൈനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 2 കോമ്പോണന്റ് സിസ്റ്റം. 2 കോമ്പോണന്റ് സിസ്റ്റം, അതായത് എ 1 കോമ്പോണന്റ്, സെക്കൻഡ് കോമ്പോണന്റ് ബി. അപ്പൊ അതിൽ എച്ച് ആക്സിസും അതിൽ അതിന്റെ ഒരു ഗ്രാഫിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടല്. അപ്പൊ ഇത് ഈ സെക്കൻഡ് ഡയഗ്രാം കാണിക്കുന്ന ഡയഗ്രമാണ് നമുക്ക് കിട്ടുന്ന ഒരു ബൈനറി ഫേസ് ഡയഗ്രാം ഇതുപോലെ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് കൺസ്ട്രക്ഷൻ അതിന്റെ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോ ബൈനറി ഫേസ് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് കൂളിംഗ് കേർവ്സ്. അപ്പൊ കൂളിംഗ് കേർവ്സിനെ കുറിച്ചിട്ടാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. കൂളിംഗ് കേർവ്സ് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നമ്മൾ ഈ സോളിഡിഫിക്കേഷൻ എങ്ങനെയാ ചെയ്യുന്നത്? സോളിഡ് അല്ലെ, ഓൾറെഡി ഉള്ള ഒരു ലിക്വിഡ് ഫേസിൽ ഉണ്ടാവും അല്ലെ, ഒരു മെൽറ്റഡ് metal will be solidified by reducing the temperature. Either it can be solidified gradually or it can be solidified by a sudden cooling. Okay, അപ്പൊ നമ്മളത് ഓൾറെഡി നോക്കിയതാണ് ഈ സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സിൽ നോക്കിയതാണ് അല്ലെ. അപ്പൊ നമ്മളിത് കൂൾ ചെയ്ത് വരികയാണ് അല്ലെ. സോ നമുക്കറിയാം ഈച്ച് എലമെന്റ് ഇറ്റ്സ് ഓൺ മെൽറ്റിംഗ് പോയിന്റ് അല്ലെ. ഓരോ എലമെന്റിനും അതിൻ്റെതായ അല്ലെങ്കിൽ ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് അല്ലെ. കോപ്പറിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആയിരിക്കും അത് മെൽറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലെ. അതിന്റെ സോളിഡ് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആകുന്ന പോയിന്റ് ആണ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, നമുക്ക് അതിന് ഫ്രീസിംഗ് പോയിന്റ് തിരിച്ചു പറയാമെന്ന് അങ്ങനെ പറയാം, മെൽറ്റിംഗ് പോയിന്റ്. അതുപോലെ നിക്കലിന് അതിൻ്റെതായ ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, മെൽറ്റിംഗ് ടെമ്പറേച്ചർ. ശരിയല്ലേ? അങ്ങനെ ഓരോ എലമെന്റിനും അതിൻ്റെതായ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, അതൊരു ഫിക്സഡ് വാല്യൂ ആണ്. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ ഇത് കൂൾ ചെയ്ത് വരികയാണെങ്കിൽ, ടെമ്പറേച്ചർ കുറച്ച് വരികയാണെങ്കിൽ, സോ ഇതിന് മെൽറ്റിംഗ് ടെമ്പറേച്ചറിന്റെ അബോവ് ആയിട്ടായിരിക്കും ഉണ്ടാവില്ല ഇത്. കാരണം ഇത് മോൾട്ടൺ സ്റ്റേറ്റിലാണ് നമ്മൾ ഇതിനെ നമ്മളെ മൗൾഡിലേക്ക് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ഫോംസിലേക്ക് ആക്കണമെങ്കിൽ ഇതിനെ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ അതിനെ സോൾഡിഫൈ ചെയ്യുക അല്ലെ. അപ്പൊ മോൾട്ടൺ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ സോൾഡിഫൈ ചെയ്യുന്നത്? വിൽ കൂൾ ഇറ്റ്. അപ്പൊ നമ്മൾ അതിനെ കൂൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ ആ കൂളിംഗ് പ്രോസസ് അല്ലെങ്കിൽ ആ കൂളിംഗ് പ്രോസസ് നമുക്ക് ഒരു കർവ് ആയിട്ട് കാണിക്കാം, ഒരു ഗ്രാഫ് ആയിട്ട് കാണിക്കാം. അതിനാണ് കൂളിംഗ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കൂൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചാൽ ഇപ്പൊ ജസ്റ്റ് ഒരു വാട്ടറിന്റെ കേസ് മാത്രം നോക്കാം. നമുക്കറിയാം നമ്മൾ വാട്ടറിനെ കൂൾ ചെയ്യുന്നു അല്ലെ. നമ്മൾ ഫ്രീസറിൽ വാട്ടറിനെ കൂൾ ചെയ്തു. നമുക്കറിയാം വാട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ. ഒരു 27 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ നമ്മൾ ഫ്രീസറിൽ വെച്ചു. ഫ്രീസറിന് അത് കൂൾ ചെയ്തു. ടെമ്പറേച്ചർ ഈസ് റെഡ്യൂസ്ഡ് 5 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു വരുന്നു അല്ലെ. 0 ഡിഗ്രി സെൽഷ്യസ് ആയി. 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്തായി? അത് ഐസായിട്ട് മാറി അല്ലെ. ഈവൻ അത് ഐസായിട്ട് മാറി. ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് അത് സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാകും. നമ്മൾ നോക്കി ഈ ഐസ് വീണ്ടും മെൽറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. സോളിഡ് സ്റ്റേറ്റിൽ ഐസ് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീസറിന് പുറത്ത് വെച്ചു, മെൽറ്റ് ചെയ്യാണ്. അപ്പൊ എന്തായി? ഐസ് ലിക്വിഡ് ആവാൻ വേണ്ടി തുടങ്ങി. ലിക്വിഡ് ആവാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? അതിന്റെ ടെമ്പറേച്ചർ 0 തന്നെ ആയിരിക്കും. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നമുക്ക് ലിക്വിഡ് ഫേസ് ആൻഡ് സോളിഡ് ഫേസ്, ബോത്ത് ലിക്വിഡ് ഫേസ് ആൻഡ് സോളിഡ് ഫേസ് എക്സിസ്റ്റ് അല്ലെ. കംപ്ലീറ്റ് സോളിഡ് ഫേസിൽ ഐസും മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് ആയാൽ മാത്രമേ പിന്നെ അതിന്റെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലോ, അതിൽ എപ്പോഴും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. സിമിലർ കേസ് ആണ് നമ്മൾ പ്യുവർ മെറ്റലിന്റെ കേസിലും. നമ്മൾ പ്യുവർ മെറ്റൽ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലില്ല, അല്ലെങ്കിൽ മോൾട്ടൺ രൂപത്തിലെ മെറ്റൽ നമ്മൾ സോളിഡിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് കൂൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അത് സോളിഡിഫൈ ചെയ്യും. സോളിഡിഫൈ ചെയ്യുന്ന ആ ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോളിഡിഫൈ ചെയ്യുന്ന അത്രയും സമയം അത്രയും ടൈം അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് കൂളിംഗ് കർവ് പറയുന്നത്. അപ്പൊ നമുക്ക് കൂളിംഗ് കർവ് ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പ്ലോട്ട് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ പ്യുവർ മെറ്റീരിയൽസിന്റെ കേസിൽ ഇപ്പം പ്യുവർ മെറ്റീരിയൽസ് പറഞ്ഞാൽ അതായത് 1 കോമ്പോണന്റ് അല്ലെ, ഒരു കോമ്പോണന്റ് മാത്രമല്ല കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കർവ് ഇതുപോലെ ആയിരിക്കും. അതായത് പ്യുവർ മെറ്റീരിയലിന്റെ കേസിൽ അത് 1 കോമ്പോണന്റ് ആണ്. അതിന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന കൂളിംഗ് കർവാണ് ഞാൻ വരക്കുന്നത്. അപ്പോൾ എച്ച് ആക്സിലൂടെ നമുക്ക് കിട്ടുന്നത് ടൈമാണ്. വൈ ആക്സിലൂടെ നമുക്ക് കിട്ടുന്നത് ടെമ്പറേച്ചർ ആണ്.
ഓക്കെ, അപ്പോൾ അതിന്റെ കൂളിംഗ് കർവ് വരുന്നത് ഞാനിപ്പോൾ വരച്ച് ഇതുപോലെയാണ് കൂളിംഗ് കർവ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഇത്രയും ഭാഗം ഡോട്ടഡ് പോയിന്റ് അത് കാണിക്കുന്ന അതിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആണ്. TM. ഓക്കെ, അപ്പൊ നോക്കിയേ എന്താ സംഭവിക്കുന്നത്, നമ്മളെ പർട്ടിക്കുലർ പ്യുവർ മെറ്റൽ അല്ല, ഈ പോയിന്റിലെ പ്യുവർ മെറ്റൽ എന്ത് ചെയ്തു, അത് കൂൾ ചെയ്ത് വന്നു. മറ്റേ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്തായി, അത് സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലെ. അപ്പൊ നമ്മൾ നോക്കി ഇത്രയും ഭാഗത്താണ് ഈ ഭാഗത്താണ് അത് സോൾഡിഫൈ ചെയ്യുന്നത് അല്ലെ. അത്രയും ഭാഗം നോക്കി അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ, ടൈം പോകുന്നതനുസരിച്ചിട്ടും അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. കംപ്ലീറ്റ് അത് സോൾഡിഫൈ ചെയ്തതിന് ശേഷമാണ് ഫർദർ അതിന്റെ ടെമ്പറേച്ചർ കുറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പ്യുവർ മെറ്റൽ അല്ലെങ്കിൽ വൺ കോമൺ സിസ്റ്റത്തിന്റെ കൂളിംഗ് കർവാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഇവിടെ എന്താണ്, ഇവിടെ ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് എക്സിസ്റ്റ് അല്ലെ, എക്സിസ്റ്റ് ടുഗെദർ. ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് എക്സിസ്റ്റ് ടുഗെദർ ഏതാണ്, ഈ പോയിന്റിൽ അല്ലെ. അതെന്തായിരിക്കും, അത് ഇക്വിലിബ്രിയത്തിലാണല്ലേ, ആ പോയിന്റ് അത് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, സോ ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് എക്സിസ്റ്റ് ടുഗെദർ ഇൻ ഇക്വിലിബ്രിയം, ഏത്, ആ പോയിന്റ്. ഇനി നമ്മൾ നോക്കിയേ, ഇനി ഇതിപ്പോ 2 കോമ്പണന്റ് 2 ഓർ മോർ കോമൺ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു ഡിഫറെന്റ് ഗ്രാഫാണ്. 2 ഓർ മോർ കോമൺ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതുപോലെയാണ്. എക്സിൽ എന്തായിരിക്കും, ടൈമാണ്. വൈ ആക്സിസിലോ ടെമ്പറേച്ചർ ആണ്. വൈ ആക്സിസിൽ നമുക്ക് കിട്ടുന്ന ഇതുപോലത്തെ ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത്. 2 കോമൺ സിസ്റ്റത്തിൽ 2 പോയിന്റ് കിട്ടുന്നുണ്ട് അല്ലെ. നമുക്കതിന് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് TL, രണ്ടാമത്തെ പോയിന്റ് TS. ഓക്കെ, ടൈം. ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് ഏതാണ്, 2 കോമൺ സിസ്റ്റത്തിന്റെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, സിംഗിൾ കോമ്പൗണ്ട് സിസ്റ്റത്തിന്റെ കേസിൽ ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് എക്സിസ്റ്റ് ടുഗെദർ ആയിട്ട് നമുക്ക് എന്താണ് ഒരു ലൈനാണ് കിട്ടിയല്ലേ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ലിക്വിഡും സോളിഡ് ഫേസും എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, ദർ ഇസ് എ ടെമ്പറേച്ചർ റേഞ്ച് അല്ലെ, ദർ ഇസ് എ ടെമ്പറേച്ചർ റേഞ്ച് ഓവർ വിച്ച് ദ ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസസ് ആർ ഇൻ ഇക്വിലിബ്രിയം അല്ലെ. TL തൊട്ട് TS വരെ ആ റേഞ്ചിലും ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ശരിയല്ലേ. സോ ഈ TLന്റെ മുകളിലേക്കോ, TL എന്നുള്ള ടെമ്പറേച്ചറിന്റെ മുകളിലേക്ക് എന്നാണ്, TL എന്നുള്ള ടെമ്പറേച്ചർ മുകളിലേക്ക് ടെമ്പറേച്ചർ അബവ് വിച്ച് TL എന്താ വെച്ചാൽ TL എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, TL ഈസ് എ ടെമ്പറേച്ചർ അബവ് വിച്ച് ദ സിസ്റ്റം ഈസ് എൻറ്റയർലി ലിക്വിഡ്. അപ്പോ ഇതിന്റെ മുകളിലേക്ക് സിസ്റ്റം വിൽ ബി എൻറ്റയർലി ലിക്വിഡ് അല്ലെ. ഇതിന്റെ മുകളിലേക്ക് എന്താണ്, സിസ്റ്റം ഈസ് എൻറ്റയർലി ലിക്വിഡ്. TS എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, TS റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ബിലോ വിച്ച് എന്തായിരിക്കും, ബിലോ വിച്ച് ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി സോളിഡ്. അപ്പോൾ TSന് താഴേക്ക് സിസ്റ്റം കംപ്ലീറ്റ്ലി സോളിഡും TLന്റെ മുകളിലേക്ക് സിസ്റ്റം കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും, ഇൻ ബിറ്റ്വീൻ അത് ബോത്ത് ലിക്വിഡ് ആൻഡ് സോളിഡ്. അപ്പൊ ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്, അതാണ് TL to TS ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ TS എന്നുള്ള ടെമ്പറേച്ചർ നമ്മൾ പറയുന്നതാണ്, അതിനെ പറയുന്നതാണ് സോളിഡസ് ടെമ്പറേച്ചർ, SOLIDUS, സോളിഡസ് ടെമ്പറേച്ചർ. അതുപോലെ TL എന്ന ടെമ്പറേച്ചർ നമ്മൾ പറയുന്ന പേരാണ് ലിക്വിഡസ് ടെമ്പറേച്ചർ, LIQUIDUS. ഓക്കെ, സോളിഡസ് ടെമ്പറേച്ചറും ലിക്വിഡസ് ടെമ്പറേച്ചറും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് 2 കേസസ്, ഇത് ഓർമ്മ വേണം. ഈ കേസസ് വെച്ചിട്ടാണ് നമ്മളിനി ബാക്കി കാര്യങ്ങളൊക്കെ വരക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ബൈനറി സിസ്റ്റം നോക്കുന്നല്ലേ, യൂണറി സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ വാട്ടർ, നമ്മൾ മുമ്പ് പഠിച്ചത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബൈനറി ഫേസ് ഡയഗ്രാം നമുക്ക് നോക്കാം. നമുക്ക് A and B എന്നുള്ള 2 എക്സാമ്പിൾ വെച്ചിട്ട് ഓൾറെഡി നിങ്ങളിപ്പോ ഇവിടെ കണ്ടു, ഒരു A and B വെച്ചുള്ള എക്സാമ്പിൾ അല്ലെ. നോക്കിയാൽ ഞാനിപ്പോ വരച്ച കൂളിംഗ് കർവാണല്ലോ ഫസ്റ്റ് ഫിഗറിൽ കാണിക്കുന്നത്, ശരിയല്ലേ. ഫസ്റ്റ് ഫിഗറിൽ കാണിക്കുന്ന കൂളിംഗ് കർവാണ് അല്ലെ, അതിന് കുറെ കൂളിംഗ് കർവ് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഫിഗറിൽ കാണിക്കുന്ന നമ്മുടെ ഫേസ് ഡയഗ്രാം, 2 കോമ്പൗണ്ട് സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രാം ആണ് കാണിക്കുന്നത്.
അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ ഞാൻ വരക്കുന്നത് ഇപ്പോ y ആക്സിസും h ആക്സിസും ഉണ്ട്. h ആക്സിസിലൂടെ ടൈം ആൻഡ് y ആക്സിസിലൂടെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഇതൊരു കോമ്പോണന്റ് എ ആണ് ഉള്ളത്. ഓക്കെ, ഈ സൈഡിൽ ഒരു കോമ്പോണന്റ് ബി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇത് ഈ ഒരു പൊസിഷനിൽ എ എന്നുള്ള കോമ്പോണന്റ് ഇവിടെ ഉള്ളത് 100% എ ഉണ്ട്. 100% എ. ഇത് 100% ഉണ്ട് എ. ഇവിടെ നിന്നുള്ള ബി എന്നുള്ളതും 100% ഉണ്ട്. ഓക്കെ, അപ്പോ ഓക്കെ, എ എന്നുള്ള കോമ്പോണന്റ് ഇതില് ഫസ്റ്റ് ലൈൻ, അതായത് ഈ എ എന്നുള്ള പോയിന്റ് അല്ലെ, എ എന്നുള്ള വൈ ആക്സിസിൽ എന്തായാലും കംപ്ലീറ്റ് എ ആണുള്ളത് അല്ലെ. അപ്പൊ ഞാൻ ഈ എ എന്നുള്ള ഈ ഒരു ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂന്റ് കോമ്പോണന്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ബി എന്നുള്ളതിന്റെ ഇൻഗ്രീഡിയന്റ് അല്ലെ ബി ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. 0% ബി ആയിരിക്കും ഫസ്റ്റ് ഉണ്ടായാലും, അതിനനുസരിച്ച് 10% ബി ആഡ് ചെയ്യും, 20% ബി ആഡ് ചെയ്തു. അപ്പൊ ആദ്യം നോക്കിയേ, അപ്പൊ ഓരോ തവണ ബി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് അലോയ്സ് ആണ് കിട്ടുന്നത് അല്ലെ. സോ അപ്പൊ 2 കോമ്പൗണ്ട് സിസ്റ്റം ആയി മാറിയത്. അപ്പൊ ഡിഫറെന്റ്, അപ്പൊ ഓരോ കോമ്പോസിഷനും വി വിൽ ഗെറ്റ് ഡിഫറെന്റ് മെൽറ്റിംഗ് പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. കോമ്പോസിഷൻ മാറുന്നതനുസരിച്ച് ഓരോ മെറ്റീരിയലും ഓരോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോ 90% എ ആൻഡ് 10% ബി വരുമ്പോൾ ആ ഒരു മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കില്ല 50% ബിയും വരുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് വരച്ച് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് 2 കോമ്പൗണ്ട് സിസ്റ്റത്തിന്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചു, ഓൾമോസ്റ്റ് ഇതുപോലെ വരും അല്ലെ. ഇത് 0% റെഗുലർ ആയിട്ട് അല്ലെ, സാധാരണ സിംഗിൾ ഫേസ് കോമൺ നമ്പർ ഇതുപോലെ വരും, ഹൊറിസോണ്ടൽ ലൈനാണ് വരുന്നത്. അത് 0% ബി എന്നുണ്ടാകുമ്പോൾ ഡയഗ്രമാണ്. ഇനി ഞാൻ അടുത്ത വരച്ചു എന്താണ് അത് 10% ബി ആഡ് ചെയ്യുമ്പോൾ വരച്ചു, 20% ബി ആഡ് ചെയ്യുമ്പോൾ വരച്ചു, 30% ബി, 40, 50 അങ്ങനെ പോയി ഫൈനലി അവിടെ എത്തി 100% ബി വരുന്നത് വരച്ചു അല്ലെ, 90% ബി, ഫൈനലി 100% ബി. അങ്ങനെ ഞാൻ ഓരോന്നും പറയും. അപ്പൊ 10, 20 എക്സെട്ര ഇറ്റ് ഇസ് ഗോയിങ് ടിൽ 100% ഓഫ് ബി. അപ്പൊ ബി എന്നുള്ള കോമ്പോസിഷൻ ആഡ് ചെയ്ത് പോവാന്നല്ല. അപ്പൊ റൈറ്റ് ഹാൻഡിൽ എത്തുമ്പോൾ എന്തായി, ബി എന്നുള്ളത് 100% ആയി, എ എന്നുള്ളത് 0% ആയി. അപ്പൊ വീണ്ടും അവിടെ നമുക്ക് പ്യുവർ വൺ കോമ്പൗണ്ട് സിസ്റ്റം കിട്ടിയല്ലേ. അന്നേരം ഗ്രാഫ് അതുപോലെ വരും, ഇതുപോലെ വന്നിട്ട് അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരിക. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിയ ടെമ്പറേച്ചറും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് എന്തും കൂടി കാണിക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് നമ്മൾ വേറൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. എന്താണ്? കോമ്പോസിഷനും കൂടി കാണിക്കുന്നുണ്ട് അല്ലെ. കോമ്പോസിഷനും കൂടി ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട്. ഇനി നോക്കിയാൽ ഞാൻ നമുക്കിതിൽ ഓരോ ഗ്രാഫിനും നമുക്ക് കുറെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഏതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഏതൊക്കെ പോയിന്റ് ആണ്? ലിക്വിഡസ് ടെമ്പറേച്ചർ കിട്ടിയിട്ടുണ്ട് അല്ലെ. ലിക്വിഡസ് ടെമ്പറേച്ചർ എവിടെ കിട്ടിയത്? ഈ പോയിന്റ് ഒക്കെയാണ് ലിക്വിഡസ് ടെമ്പറേച്ചർ അല്ലെ. കാരണം ടെമ്പറേച്ചർ അബവ് വിച്ച് ഇതാ സിസ്റ്റം ഈസ് ഇൻ ലിക്വിഡ് ഫേസ് അല്ലെ. പിന്നെ സോളിഡസ് ടെമ്പറേച്ചറും കിട്ടിയിട്ടുണ്ട്. ടെമ്പറേച്ചർ ബിലോ വിച്ച് എക്സിസ്റ്റ് ഇൻ സോളിഡ് ഫേസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സോളിഡസ് ഫേസും ലിക്വിഡസ് ഫേസും ഈ രണ്ടും നമ്മൾ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ഗ്രാഫ് കിട്ടും. അപ്പൊ ഇത് നമ്മൾ രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടുന്ന ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് അടുത്ത് കിട്ടുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് കോമ്പോസിഷൻ ഏതിന്റെ കോമ്പോസിഷൻ ആണ്? പെർസെന്റേജ് ഓഫ് ബി ആണ്. ഇവിടെ കംപ്ലീറ്റ്ലി ബി ആണ് കാണിക്കുന്നത്, ഇത് കംപ്ലീറ്റ്ലി എ ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് 0, 10, 20, 30 അല്ലെ. ഇവിടെ 10, 20, 30 എന്താണ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് പോവാണ് അല്ലെ. ഏതാണ്? ബി ആഡ് ചെയ്തുകൊണ്ട് പോവാണ്. ഇവിടെ 100% ബി. അപ്പൊ ആദ്യം കാണുന്നത് എന്താണ്? ഇത് പ്യുവർ എ, ഇതൊരു കോപ്പർ ആണെന്ന് വിചാരിക്കും. അപ്പൊ പ്യുവർ കോപ്പർ ആയിരിക്കും. ഇവിടെ കാണിക്കുന്നതോ പ്യുവർ നിക്കൽ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡയഗ്രാം എങ്ങനെയാണ്? ഇതുപോലത്തെ ഒരു ഡയഗ്രാം കിട്ടും. ഈ ഡയഗ്രാം എങ്ങനെ കിട്ടിയതാണ് നേരത്തെ കാണിച്ചത്. ഇൻഡിവിജ്വൽ കൂളിംഗ് കർവ് നമ്മൾ പ്ലോട്ട് ചെയ്തു ഓരോ പെർസെന്റേജിലും അല്ലെ. അതിന്റെ ലിക്വിഡസ് ആൻഡ് സോളിഡസ് പോയിന്റ്സ് ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലേ. ഇതാണ് ഇത് 10% കോമ്പോസിഷൻ, 20 കോമ്പോസിഷൻ, 30, 40 അങ്ങനെ ഓരോന്നിലും കോമ്പോസിഷൻ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഏതാണ്? ഇതാണ് നമുക്ക് വേണ്ട ഗ്രാഫ് ഏതാണ്? ഇതാണ് നമ്മൾ ഫേസ് ഡയഗ്രാം ഗ്രീനിൽ കാണിക്കുന്നത്. അപ്പൊ ആ ലൈൻ നമുക്ക് എന്താ പറയാം? അതൊക്കെ ലിക്വിഡസ് ടെമ്പറേച്ചർ
ജോയിൻ ചെയ്ത് കിട്ടിയ ലൈനാണ്. അതിനെ നമ്മൾ എന്താ പറയാ? അതിനെ നമ്മൾ പറയുന്നതാണ് ലിക്വിഡസ് ലൈൻ. ലിക്വിഡസ് ലൈൻ. അതുപോലെ താഴത്തത് ഫുള്ള് സോളിഡസ് ലൈൻ ജോയിൻ ചെയ്ത് കിട്ടിയാണ് അതിനെ നമ്മൾ എന്താ പറയും? അതിനെ നമ്മൾ പറയും സോളിഡസ് ലൈൻ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടൈം കഴിഞ്ഞു. അപ്പൊ ഇത് എല്ലാവരും നോക്കുക. നിങ്ങളെ വീഡിയോ നിങ്ങളൊന്നും കൂടി കാണുക. നിങ്ങളെ നോട്ട് ചെയ്യാൻ ലിങ്കേഴ്സിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളെ അസൈൻമെന്റ്. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ. അല്ല ഇത് അപ്പോൾ അസൈൻമെന്റ് ഞാൻ ലിൻവേസിൽ ഇട്ടിട്ടുണ്ട്. 28 ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അതൊന്ന് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ട് വെക്കുക. പെട്ടെന്ന് തന്നെ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കണ്ട, അതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അറ്റൻഡൻസ് വിളിക്കാം.